യഹൂദന്മാരെ പറഞ്ഞ് ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല. അയ്യോ, ദൈവം തന്നെ രാജാവായിട്ട് വിളിക്കപ്പെട്ട ഒരു ജാതി. അവര് പറഞ്ഞ കൈസറല്ലാതെ ഞങ്ങൾക്ക് ഒരു രാജാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ യഥാർത്ഥമായിരിക്കുന്ന രാജാവിനെ തള്ളിക്കളഞ്ഞ ആ യഹൂദ ജനത കഷ്ടത്തിലേക്ക് പോകുന്നു. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. എന്റെ പ്രിയ ജനമേ, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പിതാക്കന്മാരാണ്. 2026 വർഷങ്ങൾക്കും അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികൾ വന്ന് 2023 ഒക്ടോബർ 7-ാം തീയതി പ്രിയപ്പെട്ട 1400 ഇസ്രായേൽ ജനത്തിന്റെ കഴുത്തറുത്ത് കൊണ്ടുപോകുമ്പോൾ ഉത്തരവാദി ഹമാസ് അല്ല, ദൈവമല്ല, സാത്താനുമല്ല. 2023 വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്മാര് അന്ന് പീലാത്തോസിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അവർ നിലവിളിച്ച ഒരു കാര്യമുണ്ട്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. ആഹാ, അപ്പന്മാരുടെ നാവുകളിൽ വരുന്ന ഓരോ വാക്കുകളും തലമുറകളുടെ മേൽ നാശം വിതയ്ക്കും, നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. അതേ പ്രിയപ്പെട്ട സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ ഒരു കുടുംബവും രക്ഷ പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ നിഷേധിച്ച ഒരു കുടുംബവും രക്ഷ പ്രാപിച്ചിട്ടില്ല. അവരുടെ മക്കൾ പണമുണ്ടാക്കിയതായിരിക്കും, പക്ഷെ പാപത്തിന്റെ ചതിക്കുഴിയിൽ ഇതാ അവർ തന്നെ അലന്നുഴലുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്, ചിലർക്ക് നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാണ്. ഒറ്റ കാരണമുള്ളൂ, സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു.